അമിതമായ ടൂറിസം നിയന്ത്രിക്കുന്നതിനായി പുതിയ ടൂറിസ്റ്റ് നികുതിക്ക് അംഗീകാരം നൽകി നോർവേ. ഇറ്റലിയുടെ സമാനമായ നടപടികൾക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. നോർവീജിയൻ പാർലമെന്റാണ് ടൂറിസ്റ്റ് നികുതിക്ക് അംഗീകാരം നൽകിയത്. ഇത് അമിത നികുതി ചുമത്താൻ പ്രാദേശിക അധികാരികളെ അനുവദിക്കുന്നു. താമസ ചിലവുകൾക്കൊപ്പമായിരിക്കും ഈ നികുതി ചേർക്കുക. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സീസണൽ ഡിമാൻഡ് അനുസരിച്ച് നിരക്ക് ക്രമീകരിക്കാൻ വിവേചനാധികാരവുമുണ്ട്. ഈ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിനോദസഞ്ചാര അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മാത്രമായി വിനിയോഗിക്കും. ഇത് സന്ദർശകർക്കും പ്രാദേശിക താമസക്കാർക്കും ഒരുപോലെ പ്രയോജനകരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. നോർവേയുടെ വാണിജ്യ വ്യവസായ മന്ത്രിയായ സെലിലി മിർസെത്ത് ഈ കരാറിനെ ഒരു ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് വിശേഷിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കാരണം ലോഫോട്ടൻ ദ്വീപുകൾ, ട്രോംസോ തുടങ്ങിയ ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടാകുന്ന സമ്മർദ്ദം പരിഹരിക്കാനാണ് നികുതി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വർഷം 38.6 ദശലക്ഷം സന്ദർശകർ മുറി ബുക്ക് ചെയ്തോടെ നോർവേയിൽ ടൂറിസത്തിൽ കാര്യമായ വർധനവാണ് ദൃശ്യമായത്. ഈ കണക്കിൽ 12 ദശലക്ഷത്തിലധികം വിദേശ വിനോദസഞ്ചാരികളുടെ രാത്രികാല താമസങ്ങളും ഉൾപ്പെടുന്നു. ഇത് മുൻവർഷത്തേക്കാൾ 4.2%. സന്ദർശകരുടെ വർധനവ് പ്രാദേശിക താമസക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് മുൻപധികം സഞ്ചാരികൾ വരാത്ത പ്രദേശങ്ങളിൽ ആശങ്കകൾക്ക് കാരണമായി. വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് പൊതു ഇടങ്ങളിൽ തിരക്ക് വർദ്ധിപ്പിച്ചു. ട്രോംസോയിൽ നടത്തിയ ഒരു സർവേ പ്രകാരം താമസക്കാരിൽ 77% പേർക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണം അതിരു കടന്നതായി തോന്നി. നോർത്തേൺ ലൈറ്റ്സ്, വന്യജീവി യാത്രകൾ പോലുള്ള ആകർഷണങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പുതിയ നികുതിയെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടിയായി ചിലർ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും വിവിധ ഓഹരി ഉടമകളിൽ നിന്ന് വിമർശനവും നേരിട്ടിട്ടുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് നോർവീജിയൻ എന്റർപ്രൈസസിന്റെ യാത്രാ ടൂറിസം വിഭാഗം ഈ നികുതിയെ ഭ്രാന്തെന്നാണ് വിശേഷിപ്പിച്ചത്. തീരുമാനം സന്ദർശകരെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. വേഗത്തിൽ വളരുന്ന ടൂറിസം മേഖലയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ടൂറിസ്റ്റ് നികുതി ഏർപ്പെടുത്താനുള്ള നോർവേയുടെ തീരുമാനം. താമസക്കാരുടെ ആശങ്കകൾ പരിഹരിക്കുമ്പോൾ തന്നെ ഒരു വിനോദസഞ്ചാര മേഖല എന്ന നിലയിൽ ആകർഷണം നിലനിർത്താൻ രാജ്യം ശ്രമിക്കുന്നതിനാൽ ഈ നികുതിയുടെ ഫലപ്രാപ്തി സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. 2026ഓടെ നികുതി നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയ ലോഫോട്ടിൻ ദ്വീപുകൾ, ട്രോംസോ പോലുള്ള ജനപ്രിയ ഡെസ്റ്റിനേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കൂടി ലക്ഷ്യമിട്ടാണ് ടൂറിസ്റ്റ് ടാക്സ് കരാർ ഏർപ്പെടുത്തുന്നത്. നോർവേയുടെ വ്യാപാര വ്യവസായ മന്ത്രി സെലിലി മിർസെത്ത് ഈ കരാറിനെ ഏറെ പ്രശംസിച്ചിട്ടുണ്ട്. ഈ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മാത്രമായി നീക്കിവെക്കും. ഇത് സന്ദർശകർക്കും പ്രദേശവാസികൾക്കും പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.